മലയാളത്തിലെ ആദ്യ ശക്തചിത്രമായ ബാലൻ കണ്ടംവച്ചപോട്ട് എന്ന ചിത്രത്തിലൂടെ കളർപ്പടങ്ങളുടെ ഉദയവും കുറിച്ചു. ഇങ്ങനെ മലയാള സിനിമ അതിവേഗം മുൻപോട്ട് കുതിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. മലയാള സിനിമയിലെ ഏതാനും ചില സിനിമാ താരങ്ങളെയും മിനിസ്ക്രീൻ താരങ്ങളുടെ ശബ്ദത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ബഡായി ബംഗ്ലാവ് എന്ന പ്രോഗ്രാമിലൂടെ ഏറെ ശ്രദ്ധേയനായി മാറി സംവിധായകനായും അതോടൊപ്പം തന്നെ നടനായും നിരവധി ചാനൽ പരിപാടികളുടെ ജില്ലി പാനലിലൂടെയും ഒക്കെ നിങ്ങൾക്ക് സുപരിതനായ രമേഷ് വിശാലിയുടെ ശബ്ദം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വലിയ കലാകാരന്മാർക്ക് നൽകിയ ആ വലിയ പ്രോത്സാഹനത്തിന്റെ ഒരു ചെറിയ വിഹിതം എനിക്ക് തരുമെന്നുള്ള വിശ്വാസത്തോടെ പ്രിയപ്പെട്ട രമേഷ് ഏട്ടന്റെ ശബ്ദത്തിലേക്ക്. എന്റെ മുന്നേ മുഖേഷേട്ട ഈ ബഡായി ബംഗ്ലാവ് ബന്ധത്തിന്റെ മൊത്തത്തിൽ ഒരു നല്ല മാറ്റമുണ്ട്. ഒന്നരഞ്ഞ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചതിൽ കൂടുതൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ എന്നെ ഈ ബഡായി ബംഗ്ലാവ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. ഈ മൊബൈൽ ഫോണൊന്നും വ്യാപകമാകുന്ന കാലഘട്ടത്തിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഈ ധർമ്മജനെ ഒരു പ്രോഗ്രാമിന് ക്ഷണിക്കാൻ വേണ്ടി എന്റെ അഡ്രസ്സിലേക്ക് ഒരു ലെറ്റർ പോസ്റ്റ് ചെയ്തു. അത് അവന്റെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ കൊണ്ടാണോ എന്നാണ് എനിക്കറിയില്ല. രമേഷ് വിശാലടി എന്ന് എഴുതുന്നതിന് പകരം അവർ എഴുതിയത് രമേഷ് വീരശെട്ടി എന്നായിരുന്നു. എന്തായാലും എനിക്ക് ലെറ്റർ കിട്ടി. പ്രോഗ്രാം കളിക്കാൻ പറ്റി. പഴയകാല വോയിസിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, നമ്മൾ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജയറാം. അയ്യട ഞാൻ ഓർത്തിന് കുറെ നേരത്തെ കരുതന്നിട്ട് അയ്യോ ചിരികണ്ടില്ലേ ശവം. അയ്യ എന്റെ മകയെ വീർത്തുനിന്ന് മാറിക്കും. ഒരുപാട് വെയിലുണ്ടായി. നമുക്കിത് അത് കുട്ടികളുടെ കറുത്തു പോകും. അയ്യോ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ മുഖം തൊടുത്തന്റെ അമ്മേ. എന്തായത് കേറിപ്പോടി ശവം. മലയാള സിനിമയുടെ ഒരു 70 കാലഘട്ടം മുതൽ മലയാള സിനിമ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ വരെ നിരവധിയായ കഥാപാത്രങ്ങൾ, സഹവീക്ഷങ്ങൾ, ഉപനായക വീക്ഷങ്ങൾ, ഹാസ്യ കഥാപാത്രങ്ങൾ, നിരവധിയായ നായക കഥാപാത്രങ്ങളൊക്കെ മലയാള സിനിമയ്ക്ക് വേണ്ടി തന്റെ അഭിനയ പാഠം കൊണ്ട് അഭിനയിച്ച് തകർത്തിട്ടുണ്ടെങ്കിൽ കൂടിയും പ്രിയപ്പെട്ട മണിയൻ പിള്ള രാജചേട്ടന്റെ ശബ്ദം അങ്ങനെ മലയാള മിമിക്രി കലാകാരന്മാർ അനുകരിച്ച് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ സത്യത്തിലേക്കാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട മണിയൻ പിള്ള രാജൻ. പാലക്കാട് വിക്ടോറിയ കോളേജിൽ എനിക്ക് ഒന്നിച്ചു പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് സാർ. അവരെ നിർദ്ദേശിച്ച് ഇന്ത്യയുടനെയാണെങ്കിൽ അയാളാണ് സാർ സാറിനെ ട്രാൻസ്ഫർ ചെയ്തത്. എന്റെ കുഞ്ഞിന്റെ പേര് മല മല മല. താങ്ക് യു. നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് കൃഷ്ണയുടെ ശബ്ദത്തിലേക്കാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. രാജമാണിക്യം എന്ന സിനിമ നമ്മൾ എല്ലാവരും കണ്ടതാണ്. എനിക്ക് തോന്നുന്നു മമ്മൂക്ക അവതരിപ്പിച്ച നായക കഥാപാത്രം അത്രത്തോളം പവർഫുൾ ആകണമെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന വില്ലൻ കഥാപാത്രം അത്രത്തോളം ഗംഭീരമായ പെർഫോമൻസ് കാഴ്ചവെക്കണം അല്ലെ? അപ്പോ ആ വില്ലൻ കഥാപാത്രം ആ സിനിമയ്ക്ക് വേണ്ടി അവതരിപ്പിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടനാണ്. സുരേഷ് കൃഷ്ണയുടെ ശബ്ദത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, പ്രിയപ്പെട്ട സുരേഷ് കൃഷ്ണൻ. സാറും കുട്ടികളൊക്കെ ആകുമ്പോ കയ്യോ കാലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ കുട്ടിയൊന്ന് തെറ്റിരിക്കും. അതിന് വേണ്ട പുറത്ത് കാണുന്നത് ഇവിടെ മനസ്സിലേക്ക് പുറത്തതാക്കുന്നത്. പള്ളിക്കൂടത്തിന് പടിവാതിൽ പോലും കാണാത്ത വന്ന് മാപ്പൊന്ന് കോപ്പെന്നൊക്കെ പറഞ്ഞാൽ എന്റെ പട്ടി പറയും മാപ്പ്. അല്ല പിന്നെ. താങ്ക് യു. നമുക്ക് പൃഥ്വിരാജിന്റെ ശബ്ദത്തിലേക്കാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. ഇന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമ കണ്ട് മലയാള സിനിമ ആസ്വാദകർ, സിനിമാ ശാലകളുടെ വെളിയിലേക്ക് ഇറങ്ങിയ ഏതൊരു സിനിമാസ്വാദകനും ഒരിക്കലും മറക്കാത്ത, മങ്ങാതെ, മായാതെ മനസ്സിൽ നിൽക്കുന്ന 2 കഥാപാത്രങ്ങളുണ്ട്, മൊയ്തീനും കാഞ്ചനയും. ഒരിക്കലും മരണമില്ലാത്ത പ്രണയത്തിന്റെ ജീവിക്കുന്ന ശിലാസ്തൂപമായി ഇപ്പോഴും ആ ഇരവഴിഞ്ഞി പുഴയുടെ കരയിൽ തന്റെ പ്രിയതമന്റെ അകാല വിയോഗത്തിന്റെ ആ ദുഃഖവും പേറി കാഞ്ചനാമ്മ ഇപ്പോഴും ജീവിക്കുകയാണ്. ആ സിനിമയിൽ വളരെ വികാരധീനനായി ആ ക്ലൈമാക്സ് രംഗത്തിലേക്ക് കിടക്കുന്ന ആ രംഗത്ത് നായകനോട് സംസാരിക്കുന്ന രംഗത്തിലേക്ക് പ്രിയപ്പെട്ട പൃഥ്വിരാജിന്റെ ശബ്ദത്തിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നു. ശ്രദ്ധിക്കുക, പ്രിയപ്പെട്ട പൃഥ്വിരാജ്. ഈ പുഴയുടെ കരപിടിച്ച് നടന്നാൽ അറബിക്കടൽ അതിന് എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കൊത്തി നിർത്തിയാലും ഇരവഴിഞ്ഞിപ്പോ ഒരു അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും. ഇരവഴിഞ്ഞി അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. മൊയ്തീന്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. താങ്ക് യു. ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ശരിക്കും ഒരു മുൻകൂർ